ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കാളപൂട്ട് മത്സരം നടക്കുന്നുണ്ട്. പോയിട്ട് കാളപൂട്ട് മത്സരം കാണാം, അത് നിങ്ങളെ കാണിക്കാനുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ഫുള്ള് വീഡിയോ ഉണ്ടോ? അതെ, കൂടെ നവാസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുള്ളത് കാളപൂട്ടിനെ പറ്റി? കാളപൂട്ട് അടിപൊളിയാണ്, കാളപൂട്ട് കാണണം, സെറ്റാണ്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് പോയിട്ട് നോക്കാം. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ. അപ്പൊ കാളപൂട്ട് ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കാരും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഗായ്സ്, നമ്മള് എന്താ പറയാ, നമ്മുടെ നാടിന്റെ സ്വന്തം ഫ്രീ ഓഫ് റോഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളെ ഈ കാളപൂട്ട് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. യെസ്, അപ്പോ നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയോടെ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ ഫുള്ള് നമ്മളെ കാളപൂട്ട് മത്സരത്തിന് വന്ന പാർക്കിങ്ങുകളാണ്. റോഡ് സൈഡ് മൊത്തം വണ്ടികളാണ്. ഇവിടെയുള്ള മുറ്റങ്ങള്, വീടിന്റെ മുറ്റത്തെല്ലാം വണ്ടികളാണ്. ഇപ്പൊ ഏകദേശം 11 മണിയായപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കാളകളെല്ലാം ഇന്നിവിടെ മത്സരത്തിന് വന്ന കാളകളാണ്. അപ്പോൾ കാളകളെ കുളിപ്പിക്കുന്നതും മത്സരത്തിന് വേണ്ടി തയ്യാറാക്കുന്ന കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ വിജയികളെ കാത്തിരിക്കുന്ന പടുകൂറ്റൻ ട്രോഫികൾ. അപ്പോൾ 1-ാം സ്ഥാനം മുതൽ 5-ാം സ്ഥാനം വരെയുള്ള വിജയികൾക്കാണ് ട്രോഫികളുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിലാണ്, ഈ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ കാളകൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ടൊരു സ്റ്റേജ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേജിലാണ് ബാക്കി അനൗൺസ്മെൻറ്റ്, ക്യാമറ ആൻഡ് CCTVയുടെ വിഷ്വൽസ് എല്ലാം അവിടെ ആയിരിക്കും. ഈ ഗ്രൗണ്ടിൻ്റെ 4 മൂലയിലും CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നമ്മുടെ ജഡ്ജസിന് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അത് നോക്കി ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ കാളപൂട്ട് കണ്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഓരോ ജോഡി കാളകൾ വന്ന് ഇവിടെ റേസ് ചെയ്യും, അതായത് മത്സരിക്കും. അപ്പോൾ തുടങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ തുടങ്ങുന്നത് മുതൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ്, നിങ്ങൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ഈ ഒരു കാളപൂട്ട് മത്സരത്തിൻ്റെ ഭൂരിഭാഗം എന്താ പറയുക കാണികളും കുറച്ച് വയസ്സായ ആളുകളാണ്, കുറച്ച് എന്താ പറയുക പഴയ ആളുകളാണ്. അവർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആവേശം കൂടുതലുള്ളത്. നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പേര് ഇതിലുള്ളതിൽ. നമ്മളിപ്പോൾ കാണികളിലൊരു ഭൂരിഭാഗം പേരും കുറച്ച് വയസ്സായ ആളുകളാണ്. എന്ന് പറഞ്ഞ അരപ്പട്ടയിലെ പിച്ചാത്ത് നെഞ്ചും കുട്ടിലേക്ക് ചേർത്ത് വെച്ച് കാച്ച് തുണിക്കുമേൽ വെള്ളിയെരഞ്ഞാൽ കെട്ടിയ ഉമ്മൂമ്മമാരുടെ പേരുമക്കൾ കാളപ്പൂട്ടിന്റെ കനക കൊട്ടാരം പിടിച്ചടക്കാൻ ആതങ്കത്തെ തറവാട്ടിലെ പ്രമാണിമാർ എന്ന് കാലവും ചരിത്രവും വിളിപ്പേരിട്ട മർഹൂം AK ബാപ്പുഹാജി ബാപ്പുട്ടി സാഹി മെമ്മോറിയൽ രാജകീയമായി കിരീടം 1-ാം സ്ഥാനക്കാർക്കും കാളപ്പൂട്ട്. നമ്മളെ കൂടെ ഒരാളെ കൂടെ ആഡ് ആയിട്ടുണ്ട്, സുമേർ എത്തിയിട്ടുണ്ട്. അപ്പൊ സുമേർ, എന്താണ് കാളപൂട്ടിന്റെ എക്സ്പെക്ടേഷൻസ്? ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പോ ഇതെല്ലാരും ഒരുമിച്ച് കാണുന്നത് ഭയങ്കര രസമാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ഇതൊരു ഉത്സവം പോലെയാണ് അല്ലെ? വൈബാണ്, ഭയങ്കര ഒരു ആഘോഷമാണ് ഇവിടെ. അതെ അതെ. അപ്പോ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സ്റ്റാൾ ഇട്ടിട്ടുണ്ട്, കടകൾ, ഐസ്ക്രീം. ഒരു ഉത്സവത്തിന് നമ്മൾ എന്തെല്ലാം കച്ചവടങ്ങളും തട്ടുകടകളും സ്റ്റാളുകളും കാണാൻ പറ്റും, അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതെ, എല്ലാ സ്റ്റാളും ഉണ്ട്. ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാം ഇവിടെ സൗകര്യമാണ്.
14.75
ഗായ്സ്, അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കാളപൂട്ട് മത്സരത്തിൻ്റെ എന്താ പറയുക വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലർക്കും നമ്മൾ പരിപാടി ഇവിടെ നടക്കണമെന്ന് അറിയില്ല. അത് മാത്രമല്ല നമ്മളെ പുറത്തൊക്കെയുള്ള ഇവിടെ നാട്ടിലില്ലാത്ത കുറേ സുഹൃത്തുക്കൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയട്ടെ നിങ്ങൾക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ നൈസായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കാണും. അപ്പോൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.